അവന്റെ ഉള്ളിൽ ആളിപ്പടർന്ന ദേഷ്യത്തിന് ഡാർവിനെ കൊല്ലാൻ തോന്നിയെങ്കിലും പോലീസുകാർ ഉള്ളതുകൊണ്ട് യാദവിന് ഒന്നും തന്നെ ചെയ്യാനായില്ല. ഡാർവിൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കി നിന്ന ഋഷി ഞെട്ടിപ്പോയി. പതിവ് പോലെ ഒരു മരത്തണലിൽ ശാന്തനായി ഇരുന്ന് പുസ്തകം വായിക്കുകയായിരുന്നു ഡാർവിൻ. അവന്റെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. ഡാർവിൻ യാദവിന് നേർക്ക് മുളകുപൊടി പ്ലേറ്റ് എറിഞ്ഞപ്പോഴുണ്ടായിരുന്ന മുഖത്തെ നീറ്റൽ സഹിക്ക വയ്യാതെ യാദവ് തൈലം പുരട്ടിക്കിടന്നു. ഡാർവിനെ എങ്ങനെയായാലും ഒരു പാഠം പഠിപ്പിക്കണമെന്ന ചിന്തയിലായിരുന്നു അപ്പോൾ യാദവ്. അന്നേരം അവിടേക്ക് ജയിലർ കടന്നു വന്നു. നിങ്ങൾ കുടുങ്ങി യാദവ്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എത്രയോ കാലമായി തനിക്ക് ഞങ്ങൾ ഇളവ് തരുന്നു. ഞങ്ങളൊന്നും കാണുന്നില്ലെന്നാണോ തന്റെ വിചാരം? ഇത്രയും കാലം തന്റെ കലാപരിപാടികൾ ഞങ്ങൾ കാര്യമാക്കിയില്ല. പക്ഷെ ഇന്ന് താൻ ചെയ്തു കൂട്ടിയത് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇവിടുത്തെ രാജാവാണ് താനെന്നാണോ തന്റെ വിചാരം? എല്ലാം ഇവിടെ നിർത്തിക്കോണം. നിന്നെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ് ആ ഡാർവിനും. അയാൾക്ക് നീ കാരണം വല്ലതും പറ്റിയ സമാധാനം പറയേണ്ടത് ഞാനാണ്. അതുകൊണ്ട് വീണ്ടും എന്നെക്കൊണ്ട് ഇതൊന്നും പറയിക്കാതെ ഈ പരിപാടിയെല്ലാം ഇവിടെ വെച്ച് തന്നെ നിർത്തിക്കോ, ജയിലർ ദേഷ്യത്തോടെ പറഞ്ഞു. ഓ, എന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പിന്നെ എന്തുണ്ടായിട്ടാ എന്നെ ആ തടവുകാരെല്ലാം ഭീകരജീവിയെ നോക്കും പോലെ നോക്കുന്നത്? യാദവ് ദേഷ്യത്തോടെ ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. നിനക്ക് അവൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട്. ഇനി 10 ദിവസം അവനിവിടെ ഉണ്ടാവും. അതുവരെ ഇവന് എന്ത് സംഭവിച്ചാലും ഞങ്ങളാവും ഉത്തരവാദികൾ. പുറത്തിറങ്ങിയിട്ട് നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. നിന്നെ ആരും ചോദ്യം ചെയ്യാൻ വരില്ല. പക്ഷെ ഇതിനകത്ത് വേണ്ട. ഇനി ഞാൻ എന്തെങ്കിലും അറിഞ്ഞാൽ നീ ലാത്തിയുടെ സുഖം എന്താണെന്ന് നന്നായി അറിയും. പോലീസിന്റെ പവർ എന്താണെന്ന് നിനക്ക് ഞാൻ അറിയിച്ചു തരും. ജയിലർ അവന് താക്കീത് കൊടുത്ത് അവിടുന്ന് പോയി. അതോർത്തപ്പോൾ അവന്റെ ഉള്ളിൽ ദേഷ്യം വന്നു. അവൻ കൈ ചുരുട്ടി ചുമരിൽ ആഞ്ഞടിച്ചു. ഇനി എന്തു ചെയ്യും? നമ്മളിവിടെ ഇരിക്കുമ്പോൾ അവന് ഒന്നും ചെയ്യാൻ കഴിയില്ലേ? ആ ജയിലർ. യാദവ് ജയിലറെ എന്തോ മോശം തെറിയും വിളിച്ചു. അയാൾ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ മാത്രമായോ? അയാൾ പറഞ്ഞ പോലെ ഞാൻ പുറത്തുപോയി ആരും അറിയാതെ അവനെ തല്ലണം. ഈ രാത്രി അവനൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് യാദവ് എന്നല്ല. ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ അവൻ പറഞ്ഞു. ഓഹോ, അപ്പൊ ഇന്ന് രാത്രി ചിലതൊക്കെ നടക്കുമല്ലേ? അവന്റെ ആളുകൾ സന്തോഷത്തോടെ പറഞ്ഞു. ചിലരത് കേട്ട് വിസിലടിക്കുകയും ഉറക്കെ ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. ഇതെല്ലാം കേട്ട് ഒരു തൂണിന് പിന്നിലിരുന്ന ഋഷിന്റെ മനസ്സിൽ മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു. രാത്രി അടുക്കും തോറും ഋഷിന്റെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. തൊട്ടടുത്ത സെല്ലിൽ യാദവ് കിടക്കുമ്പോൾ ഋഷിന് ഉറക്കം കിട്ടിയില്ല. അവൻ ഉറങ്ങാതെ ഓരോ ചെറിയ ശബ്ദവും ശ്രദ്ധിച്ചു കിടന്നു. ഗൗരിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഋഷിന്റെ മുറിയുടെ പൂട്ട് മാത്രം ശരിക്ക് അടച്ചിട്ടില്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പുറത്ത് ചെറിയൊരു ബഹളം കേട്ട് ഋഷിൻ അഴികൾക്കിടയിലൂടെ പുറത്തേക്ക് നോക്കി. ഡാർവിന്റെ മുറിക്ക് മുന്നിൽ 7-8 പേർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ നേതാവ് യാദവ് തന്നെയായിരുന്നു. കൂട്ടത്തിൽ ഒരുത്തൻ ആ മുറിയുടെ പൂട്ട് പതുക്കെ തുറന്നു. പിന്നെ ഓരോരുത്തരായി മുറിയിലേക്ക് കയറി. മര്യാദയ്ക്ക് വെളിച്ചമില്ലാത്തതിനാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഋഷിന് മനസ്സിലായില്ല. എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയാൻ അവനും ഒച്ചയുണ്ടാക്കാതെ മുറി വിട്ട് പുറത്തിറങ്ങി. ഡാർവിൻ കിടന്ന സെല്ലിനടുത്ത് പോയി നിന്ന് മെല്ലെ ആ ആളുകളുടെ കൂട്ടത്തിൽ അവനും റൂമിൽ കയറിപ്പറ്റി. മുറിയിൽ നല്ല ഇരുട്ടായിരുന്നു. അത് ഋഷിന് സൗകര്യമായി. ഡാർവിൻ നിലത്ത് കിടക്കുകയായിരുന്നു അന്നേരം. എല്ലാവരും അവന് ചുറ്റും വട്ടം വിട്ടു നിന്നു. എന്നാ തുടങ്ങാല്ലേ ബോസ്? ഒരാൾ ചോദിച്ചു. യാദവ് തലയാട്ടി സമ്മതം അറിയിച്ചു. ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ എല്ലാവരും വളരെ പതിയാണ് സംസാരിച്ചത്. കുനിഞ്ഞിരിക്കുന്ന ഡാർവിന്റെ കയ്യിൽ ഒരു ബ്ലേഡ് ഉണ്ടെന്നുള്ളത് ഋഷി കണ്ടിരുന്നു. സ്ഥിതിഗതിയുടെ ഗൗരവം മനസ്സിലാക്കാതെ യാദവ് ഒരടി മുന്നോട്ട് വെച്ചു. അപ്പോഴും ബ്ലേഡും കയ്യിൽ പിടിച്ചുകൊണ്ട് കുനിഞ്ഞിരിക്കുന്ന ഡാർവിൻ ചാടി എണീറ്റു. തീരെ പ്രതീക്ഷിക്കാത്തൊരു നീക്കമായതിനാൽ ചുറ്റും നിന്നവരെല്ലാം ഞെട്ടലോടെ ഒരടി പിന്നിലേക്ക് നീങ്ങിപ്പോയിരുന്നു. ഡാർവിൻ എഴുന്നേറ്റ് വന്നത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ നിമിഷം തന്നെ ഋഷി അവിടെ നിന്ന് മാറിക്കളഞ്ഞു. അവൻ ഇരുട്ടിന്റെ മറവ് പറ്റി അവിടെ ഒരു മതിലിനരികിലായി ചേർന്ന് നിന്നു. അപ്പോൾ അവിടെ ഏറ്റുമുട്ടൽ നടക്കുകയായിരുന്നു. ഡാർവിൻ തന്റെ മുന്നിലുള്ളവരെ വെട്ടി വീഴ്ത്തിയപ്പോൾ ഋഷി ഇരുട്ടിൽ മറഞ്ഞു നിന്നുകൊണ്ട് തന്റെ അരികിലെത്തിയവരെ എല്ലാം കീഴടക്കി. ഋഷി ആ അടി ആദ്യം സ്വയം രക്ഷയെന്ന പോലെ തുടങ്ങിയതായിരുന്നു. പക്ഷേ പോകെ പോകെ യാദവും അവന്റെ കൂട്ടാളികളും അർഹിക്കുന്ന ശിക്ഷ അവർക്ക് കൊടുക്കണമെന്നായിരുന്നു ഋഷിയുടെ ചിന്ത. അവിടെ വെളിച്ചം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് യാദവും അവന്റെ സംഘത്തിൽപ്പെട്ട എല്ലാവരും ഇരുട്ടിൽ ജയിലിലെ ആ മുറിക്കുള്ളിൽ പരതുകയായിരുന്നു. ആരാണ് ശത്രു, എവിടെയാണ് ശത്രു എന്നൊന്നും ആർക്കും നിശ്ചയമുണ്ടായിരുന്നില്ല. മാത്രമല്ല ആക്രമിക്കപ്പെട്ടവർക്ക് ഉറക്കെ നിലവിളിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അങ്ങനെ ചെയ്താൽ വീണ്ടും പോലീസ് അവിടേക്ക് വരുമെന്ന് അവർക്കെല്ലാം അറിയാമായിരുന്നു. അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഡാർവിൻ മിക്കവാറും എല്ലാവരെയും അടിച്ചു വീഴ്ത്തി.
യാദവും മറ്റൊരാളും മാത്രം അവിടെ ബാക്കിയായി. അതുവരെ ഇരുട്ടിന്റെ മറവിലിരുന്ന ഋഷിയെ അപ്പോൾ മാത്രമാണ് യാദവ് നേരിൽ കണ്ടത്. ഏതാ ഈ പുതിയ ആള്? അവൻ ഞെട്ടലോടെ ചോദിച്ചു. ആ നീണ്ട വരാന്തയിലെ ലൈറ്റിന്റെ വെളിച്ചം ഋഷി നിൽക്കുന്നിടത്ത് അപ്പോഴും എത്തിയിട്ടില്ല. യാദവ് ആകട്ടെ അവന്റെ നിഴൽ രൂപം മാത്രമേ കണ്ടുള്ളൂ, മുഖം കണ്ടിരുന്നില്ല. ഋഷി ആ മൂലയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അതേസമയം ഡാർവിൻ യാദവിന് നേരെ നടക്കുകയായിരുന്നു. അയാൾ കാണാതെ പിന്നിൽ നിന്ന ഒരുത്തൻ തന്നെ കുത്താൻ വരുന്നതറിയാതെ ആ പിന്നിൽ നിന്നയാൾ പതിയെ ഡാർവിനെ കുത്താൻ വേണ്ടി കയ്യിലെ ഒരു ചെറിയ കത്തി ഡാർവിന്റെ നേരെ നീട്ടി. ഋഷി തന്റെ പോക്കറ്റിൽ നിന്ന് ലൈറ്റർ എടുത്ത് ഓണാക്കി. അപ്പോഴേക്കും ഡാർവിന്റെ മുതുകിൽ കത്തി കുത്തി ഇറക്കിയിരുന്നു. വേദനയോടെ ഡാർവിൻ നിലവിളിച്ചുപോയി. അപ്പോഴും ആ കത്തി കയ്യിൽ കരുതിയയാൾ ഡാർവിനെ വീണ്ടും കുത്താനായി മുൻപിലേക്ക് വന്നു. അത് കണ്ട് അവിടേക്ക് ഓടി വന്ന ഋഷി ആ കത്തി ബലമായി അയാളിൽ നിന്നും പിടിച്ചു വലിച്ചു വാങ്ങി. എന്നിരുന്നാലും ഡാർവിന്റെ മുതുകിൽ അതിനു മുൻപേ ആഴത്തിൽ ഒരു മുറിവുണ്ടായിരുന്നു. ഋഷിയുടെ മുഖം ഒരേ സമയം വേദന കൊണ്ടും ദേഷ്യം കൊണ്ടും നിറഞ്ഞു. ഡാർവിനെ ശ്രദ്ധയോടെ ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ഋഷി ഇരുത്തി. ശേഷം അയാളെ ആക്രമിച്ച ആൾക്ക് നേരെ തിരിഞ്ഞു. പിന്നെ ഒരു സെക്കൻഡ് പോലും വൈകാതെ ആക്രമിയുടെ കാൽ മടക്കിൽ ആഞ്ഞു ചവിട്ടി താഴേക്ക് തള്ളിയിട്ടു. പെട്ടെന്ന് ഋഷിയിൽ നിന്ന് തെറിച്ചു വീണിരുന്ന ലൈറ്റർ എടുത്ത് യാദവ് ഓണാക്കി. ആ ലൈറ്റിന്റെ വെളിച്ചം ഋഷിയുടെ മുഖത്ത് പതിക്കുകയും ചെയ്തു. അപ്പോഴാണ് യാദവ് ഋഷിയുടെ മുഖം കാണുന്നത്. ഒരു തവണ ഋഷിയുടെ മുഖത്തേക്ക് നോക്കിയതും യാദവിന് താൻ ആകെ തളർന്നു പോകുന്ന പോലെ തോന്നി. ആ മുഖം ആ നിമിഷം വ്യക്തമല്ലാത്തതുകൊണ്ട് അത് ഋഷിയാവല്ലെന്ന് ആത്മാർത്ഥമായി യാദവ് പ്രാർത്ഥിച്ചു. പക്ഷെ യാദവിന്റെ കയ്യിലെ ലൈറ്ററിലെ വെളിച്ചം മാത്രം മതിയായിരുന്നു ഋഷിയുടെ മുഖം വ്യക്തമായി കാണാൻ. നീ? ഋഷിയുടെ മുഖം തെളിഞ്ഞു കണ്ടപ്പോൾ യാദവിന് ശ്വാസം നിന്നതുപോലെ തോന്നിപ്പോയി. പെട്ടെന്ന് ഋഷിയെ ഈ സ്ഥലത്ത് കണ്ടത് യാദവിനെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു. യാദവിന് തന്റെ കാലിനടിയിലെ മണ്ണ് തെന്നി മാറുന്നതുപോലെ അനുഭവപ്പെട്ടു. ഋഷി രാവിലെ മുതൽ യാദവിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന ഒളിച്ചുകളി അവസാനിപ്പിച്ചു. എന്നിട്ട് അവനെ നോക്കി ചിരിച്ചു. ഋഷിയുടെ ആ ചിരി പോലും യാദവിനെ ഭയപ്പെടുത്തി. താൻ ഇവിടെ എത്തിപ്പെടാനുള്ള കാരണം പോലും ഋഷിയായിരുന്നു എന്ന ചിന്ത അവനെ അസ്വസ്ഥനാക്കി. എന്താടാ, എന്നെ ഓർമ്മയില്ലേ? ഇത് ഞാനാടാ, ഋഷിൻ പ്രതാപ്. ഋഷി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തന്റെ അരികിൽ നിൽക്കുന്ന ഋഷിയെ തലയുയർത്തി നോക്കിയപ്പോൾ ഡാർവിന്റെ കണ്ണുകളിലും പെട്ടെന്നൊരു അത്ഭുതമുണ്ടായി. എന്നിരുന്നാലും അവൻ പതർച്ച മറച്ചുകൊണ്ട് ശാന്തമായി അവനെ നോക്കി ചോദിച്ചു, നീ ആരാ? എന്താ ഈ നേരത്തെ ഇവിടെ ചെയ്യുന്നത്? ഡാർവിൻ ഋഷിയെ നോക്കി കൗതുകത്തോടെ ചോദിച്ചു. കാരണം ഋഷിയെ കണ്ടപ്പോൾ യാദവിന്റെ മുഖഭാവം തന്നെ മാറിയത് അവൻ ശ്രദ്ധിച്ചിരുന്നു. ആ മാറ്റം ഡാർവിന് ആനന്ദം കൊള്ളിച്ചു. ഇവനെ ജയിലിലേക്ക് അയച്ചയാൾ, ഋഷി യാദവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും ഡാർവിൻ സംശയത്തോടെ അവനെ നോക്കി. ഇവൻ കാരണമാണോ യാദവ് ജയിലിലായത്? ഒന്നങ്ങ് മനസ്സിലാവുന്നില്ലല്ലോ. ഇനി എന്നെപ്പോലെ യാദവിന്റെ ശത്രുവാണ് ഇവനും. അല്ലാതെ ഇവനെയും ഇവന്റെ കൂട്ടാളികളെയും ഇവൻ ഇങ്ങനെ അടിച്ചിടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഋഷി പറഞ്ഞതും താൻ കണ്ടതും ഓർത്തുകൊണ്ട് ഡാർവിൻ തന്റെ മനസ്സിൽ പറഞ്ഞു. ഹലോ, അപ്പൊ എന്റെ അടുത്തും സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഡാർവിൻ മൗനമായി ഇരിക്കുന്നത് കണ്ട് ഋഷി തമാശ പോലെ ചോദിച്ചു. ഏയ് നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ആക്ച്വലി ഇവനെ ജയിലിലാക്കിയെങ്കിൽ പിന്നെ എന്തിനാ നീ ജയിലിൽ വന്നത്? തന്റെ മുതുകിലെ മുറിവൊന്ന് കൈവച്ച് പൊതിഞ്ഞുകൊണ്ട് ഡാർവിൻ ചോദിച്ചു. ഞാൻ നിനക്ക് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞാൽ നീ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നേ? ഋഷി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി. പക്ഷെ അപ്പോഴും ഡാർവിൻ ഒരു കൂട്ടം സംശയങ്ങളുമായി തന്നെ നോക്കുന്നതാണ് ഋഷി കണ്ടത്. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.